നമസ്കാരം ചേച്ചി, എൻ്റെ പേര് അർപ്പിത. ഞാനിപ്പോൾ രണ്ടാമത് പ്രഗ്നന്റ് ആണ്. 5 മാസമായി. വളരെ കാലമായി ഗുരുവായൂരപ്പനോട് ഒരു ആൺകുഞ്ഞിനെ തരാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് 5 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. എനിക്ക് പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുന്നില്ല. കടലോളം ദുഃഖങ്ങൾ ഉള്ളിൽ, അതെല്ലാം വന്നു നിറഞ്ഞ് മനസ്സാകെ അസ്വസ്ഥമാകുന്നു. കരഞ്ഞു കരഞ്ഞ് ഉറക്കം പോലും ഇല്ല. ഭഗവാന്റെ നാമങ്ങൾ പോലും ചൊല്ലുവാൻ പറ്റാതെ ആകുന്നു. പ്ലീസ് ചേച്ചി, എനിക്കൊന്ന് മറുപടി തരില്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞിനെ പോലും ഇത് ബാധിക്കും. എന്നെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കണേ, പ്ലീസ് മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർപ്പിത, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? കടലോളം ദുഃഖങ്ങൾ നമുക്ക് വന്നെങ്കിലും ഒന്നും നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താ ഇങ്ങനെ പറയണേ? നമ്മൾ വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല എന്ന് ചോദിച്ചാൽ പല്ലി ഉത്തരം താങ്ങുക പണ്ടുള്ള ആളുകൾ പറയില്ലേ, ഇതേമാതിരിയാണ് അത്രയും നമ്മുടെ ഓരോ പ്രവൃത്തികളും എന്ന് കരുതി ഐഡിയൽ ആയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കണം നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മം ചെയ്യൂ. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വഴി ഗുരുവായൂരപ്പൻ കാണിച്ചു തരും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു നൂലുണ്ടയാണ് നമ്മുടെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഓരോ തരത്തിലും ഇങ്ങനെ നമ്മൾ അഴിക്കാനായിട്ട് ശ്രമിക്കും തോറും മുറുകി 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 വരുന്നത് പോലെ തോന്നും നമുക്ക്. ഒന്നുമില്ല, ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ട് അകത്തുള്ള കുഞ്ഞിന് ആരോഗ്യമുണ്ടാവണേ, ആയുസ് ഉണ്ടാകണേ, സദ്ബുദ്ധി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടു. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ ഉള്ളിലുള്ള ജീവൻ പുറത്തു വരാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിയിലേക്കായിരിക്കണം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അഭിമന്യുവിന്റെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രഹ്ലാദന്റെ കഥ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഗർഭാവസ്ഥയിൽ ഭഗവാനെ കുറിച്ചും അതുപോലെ തന്നെ യുദ്ധത്തിനെ കുറിച്ചും ഒക്കെ കേട്ടു മനസ്സിലാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഗർഭാവസ്ഥയിലുള്ള ശിശുവിന് ഇതെല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിനെ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ. സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിക്കൂ. ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുക, നാമം ജപിക്കുക. ഗുരുവായൂരപ്പൻ എല്ലാം നേരെയാക്കി തരും. നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചാൽ സാധ്യമല്ലാത്തത് ഒന്നും തന്നെ ഇല്ല. അപ്പോഴാണോ നമ്മുടെ ഈ നിസ്സാര പ്രശ്നങ്ങൾ ഇത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കൂ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നൂലുകൾ ഓരോന്നായിട്ട് അഴിച്ച് കുരുക്കഴിച്ചെടുക്കുന്നത് നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കും. നാമം ജപിക്കുക മാത്രമേ അതിനു വേണ്ടൂ. നാമം ജപിക്കൂ, നേർവഴിക്ക് ഗുരുവായൂരപ്പൻ കുട്ടിയെ കൊണ്ടുവരട്ടെ.